കർത്താവിന് മഹത്വം, കർത്താവിന് മഹത്വം. സ്തോത്രം, സ്തോത്രം. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മൾ ആഗ്രഹിച്ചതുപോലെ, പ്രാർത്ഥിച്ചതുപോലെ ദൈവവചന ധ്യാനത്തിനായിട്ട് വീണ്ടും ഈ ലൈനിൽ കടന്നു വരുവാൻ കർത്താവ് നൽകിയ അവസരത്തിനായി ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ നാം ഒരുമിച്ച് ചിന്തിച്ചതായ ദൈവവചന ധ്യാനം അത് അനേകർക്ക് അനുഗ്രഹമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിന് പ്രോത്സാഹനം ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ രാത്രിയിൽ നാം ഒരുമിച്ച് ദൈവസേനയിലായിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും അനുഗ്രഹമാകട്ടെ. ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതാണ്. ഇരുവായത്തിലുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതാണ് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു. അത് നമ്മുടെ വിശ്വാസം വർദ്ധിക്കുന്നതിന്, നമ്മൾക്ക് ആത്മീയമായ വളർച്ചയുണ്ടാകുന്നതിന് കാരണമാകും. വിശ്വാസം കേൾവിയാലും, കേൾവി ദൈവത്തിന്റെ വചനത്താലും വരുന്നുവെന്ന് നാം ദൈവവചനത്തിൽ കാണുന്നല്ലോ. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പഠിച്ചത് മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായമാണ്. ദൈവകൃപയിൽ ആശ്രയിച്ച് നമ്മൾ ഈ പഠനം പുതിയ നിയമത്തിലെ 1-ാമത്തെ പുസ്തകമായ മത്തായിയുടെ സുവിശേഷത്തിൽ നിന്നാണ് നമ്മൾ ചെയ്യുന്നത്. 1-ാം അധ്യായത്തിൽ നിന്ന് പല കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുകയുണ്ടായി. വംശാവലി പറഞ്ഞ് ആരംഭിക്കുന്നതിന്റെ പ്രാധാന്യം എന്താണ്? ഈ വംശാവലി എന്താണ് നമ്മെ വിളിച്ചറിയിക്കുന്നത്? പുതിയ നിയമം ആരംഭിക്കുന്നത് പഴയ നിയമത്തിൽ നിന്നും എത്രയോ വ്യത്യാസമായിട്ടാണ്. നമ്മൾ ചിന്തിച്ചു, പഴയ നിയമം ആദിയിൽ ദൈവം എന്ന് പറഞ്ഞ് ആരംഭിച്ചിട്ട് ഉൽപ്പത്തി പുസ്തകം അവസാനിക്കുന്നത് ഒരു ശവപ്പെട്ടിയുടെ കാര്യം പറഞ്ഞാണ്. ജോസേഫിന്റെ ഡെഡ് ബോഡി ഒരു ശവപ്പെട്ടിയിൽ വെച്ചു എന്ന് പറഞ്ഞാണ് അവസാനിക്കുന്നത്. ആ പഴയ നിയമത്തിന്റെ അവസാന പുസ്തകമായ മലാഖിയും പറയുന്നത് ഒരു ശാപത്തിന്റെ കേഴ്സ് എന്ന് പറഞ്ഞാണ് അവസാനിക്കുന്നതെന്ന് നമ്മൾ കണ്ടു. എന്നാൽ പുതിയ നിയമമാകട്ടെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പേര് പറഞ്ഞാണ് ആരംഭിക്കുന്നത്. പാപത്തിന്റെ ഫലമായിട്ടുണ്ടായ ശാപത്തിന് പരിഹാരമായി വന്ന നമ്മുടെ കർത്താവിനെയാണ് ആരംഭത്തിലേ നമ്മൾ കാണുന്നത്. ഒടുവിലത്തെ പുസ്തകമായ വെളിപ്പാട് പുസ്തകത്തിൽ ഇനി ശാപം ഉണ്ടാകത്തേയില്ല എന്ന് പറഞ്ഞാണ് അവസാനിപ്പിക്കുന്നത്. വേദപുസ്തകത്തിലെ എല്ലാ പുസ്തകങ്ങളുടെയും പ്രധാനമായ വിഷയം കർത്താവായ യേശുക്രിസ്തു മാത്രമാണ്. യഹൂദന് പ്രത്യേകിച്ച് വംശാവലി എത്രമാത്രം പ്രാധാന്യമായിരുന്നു എന്ന് നമ്മൾ ചിന്തിക്കുകയുണ്ടായി. മാത്രമല്ല, ഈ മത്തായിയുടെ സുവിശേഷത്തിൽ ചില സഹോദരിമാരുടെ പേരുകൾ പറഞ്ഞിരിക്കുന്നത് ഞാൻ ചുരുക്കമായിട്ടെങ്കിലും ഓർപ്പിക്കുകയുണ്ടായി. അവരുടെ മറിയ ഒഴിച്ച്, യേശുവിന്റെ അമ്മ മറിയ ഒഴിച്ച് മറ്റുള്ളവരുടെ എല്ലാം ബാക്ക്ഗ്രൗണ്ട് നമ്മൾ നോക്കിയാൽ അത്ര വിശുദ്ധമല്ലായിരുന്നു. എന്നാൽ അവര് ദൈവവുമായി ബന്ധപ്പെട്ടപ്പോൾ അവരുടെ ആ കഴിഞ്ഞകാല ചരിത്രങ്ങളെയെല്ലാം ദൈവം മാറ്റി കുറിച്ച് ആ ദൈവത്തിന്റെ വംശാവലിയിൽ അനുഗ്രഹത്തിന്റെ അവകാശികളാക്കി മാറ്റി എന്ന് നമ്മൾ കാണുന്നു. അപ്പോൾ ദൈവത്തിന്റെ അരികിൽ നമ്മൾ വന്ന് നമ്മുടെ കാര്യങ്ങളെ നമ്മൾ ദൈവത്തോട് പറയുമ്പോൾ നമ്മുടെ കഴിഞ്ഞകാല ചരിത്രമൊന്നും അത് തടസ്സമായി ദൈവം വെക്കുന്നില്ല എന്ന് നമുക്ക് പഠിക്കുവാനായിട്ട് കഴിഞ്ഞല്ലോ. നമ്മളെല്ലാവരും ആദാമിന്റെ പാരമ്പര്യത്തിൽപ്പെട്ടവരായിരുന്നു. ആദാമിന്റെ പാരമ്പര്യത്തിൽ നിന്നും യേശുക്രിസ്തുവിന്റെ ആ വംശാവലിയിലേക്ക് നമുക്ക് വരുവാൻ ദൈവം ഭാഗ്യം തന്നു. അത് നാം വീണ്ടും ജനിച്ചതിലൂടെയാണ് എന്നാണ് നാം ചിന്തിച്ചത്. പിന്നീട് നമ്മൾ ഓർപ്പിച്ചത് കർത്താവായ യേശുക്രിസ്തുവിന്റെ ജനനം സാധാരണ മനുഷ്യരുടെ ജനനം പോലെ അല്ലായിരുന്നു എന്നാണ്. യേശു ഒരു പ്രവചന പുരുഷനാണ്. യേശു ഒരു ചരിത്ര പുരുഷനാണ്. പ്രവചനപ്രകാരമാണ് യേശു ജനിച്ചത്. യേശു എവിടെ ജനിക്കും, എപ്രകാരം ജനിക്കും എന്നുള്ള കാര്യങ്ങൾ നൂറ്റാണ്ടുകൾക്ക് മുൻപ് പ്രവാചകന്മാർ പറഞ്ഞിരുന്നതനുസരിച്ചാണ് കർത്താവായ യേശുക്രിസ്തു ജനിച്ചതെന്ന് നമ്മൾ കണ്ടു.
യേശുവിന് ഈ ഭൂമിയിൽ ഒരു പിതാവില്ല. കർത്താവായ യേശുക്രിസ്തു ബേഥലഹേമിൽ ജനിക്കുന്നതിന് മുൻപേ ഉള്ളവനായിരുന്നു. അവൻ മറിയയിൽ നിന്ന് ജനിച്ചു. യേശുവിന്റെ ജനനം ഇവണ്ണമായിരുന്നു എന്നാണ് നമ്മൾ കണ്ടത്. മറിയയും ജോസഫുമായി വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടിരുന്നു. എന്നാൽ അവര് കൂടി വരും മുമ്പേ മറിയ ഗർഭിണിയായി എന്ന് കണ്ടു. ജോസഫ് അവളെ രഹസ്യമായിട്ട് ഉപേക്ഷിക്കാമെന്ന് ചിന്തിച്ചു. എന്നാൽ അന്ന് രാത്രിയിൽ ദൈവദൂതൻ അവന് പ്രത്യക്ഷമായി അവനോട്, നീ വിചാരിക്കും പോലെ അല്ല, പരിശുദ്ധാത്മാവിനാലാണ് മറിയ ഗർഭിണിയായത്, അവളെ ചേർത്തുകൊള്ളുവാൻ നീ ശങ്കിക്കേണ്ട എന്ന് പറഞ്ഞപ്പോൾ സന്തോഷത്തോടെ ആ ദൈവാലോചന ഏറ്റെടുക്കുവാൻ ജോസഫ് തയ്യാറായി. മാത്രമല്ല, അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ വായിക്കുന്നത്, തനിക്കൊരു സംശയമുണ്ടായപ്പോൾ പോലും മറിയയ്ക്കൊരു അപവാദം വരരുത് എന്ന് വിചാരിച്ച് സീക്രട്ടായിട്ട് അത് സൂക്ഷിക്കുവാനാണ് താൻ ആഗ്രഹിച്ചത്. അവിടെയാണ് താൻ നീതിമാൻ എന്ന് പറഞ്ഞിരിക്കുന്നതായി നമ്മൾ കണ്ടത്. മറ്റൊരു ആത്മീയ സന്ദേശം നമുക്കതിൽ നിന്ന് ഗ്രഹിക്കുവാൻ കഴിഞ്ഞത്, ജോസഫ് വിചാരിച്ചു ഈ വിഷയത്തിന് ഇനിയും പരിഹാരമില്ല, രഹസ്യമായി ഉപേക്ഷിക്കുകയുള്ളൂ എന്ന് വിചാരിച്ച സ്ഥാനത്ത് അവന്റെ ചിന്താഗതികളെ മാറ്റിമറിച്ചുകൊണ്ട് ദൈവം അത്ഭുതം പ്രവർത്തിച്ചത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അതുപോലെ നമ്മൾക്ക് മനസ്സിലാകുവാൻ കഴിയുന്നത്, നമ്മുടെ ജീവിതത്തിലും എല്ലാം കൈവിട്ടുപോയി ഇനിയും ഒരു മറുപടിയും ഇല്ല എന്ന് വിചാരിക്കുന്ന വിഷയങ്ങൾക്ക് പോലും മറുപടി നൽകുവാൻ ദൈവം ശക്തനാണ് എന്ന് നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയുന്നു. കർത്താവിന്റെ ജനനത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നത് തന്നെ, എന്നാൽ യേശുക്രിസ്തുവിന്റെ ജനനം ഇവണ്ണമായിരുന്നു. ലോകത്തിൽ ജനനത്തിനൊരു പ്രമാണമുണ്ട്. ആ മനുഷ്യന്റെ ജനനോൽപാദന ശാസ്ത്രത്തെ എല്ലാം മാറ്റിമറിച്ചിട്ട് അത്യത്ഭുതകരമായി, പരിശുദ്ധമായി, പാവനമായി കർത്താവായ യേശുക്രിസ്തു ജനിച്ചു. അത് യെശയ്യാ പ്രവാചകനും മീഖാ പ്രവാചകനും നൂറ്റാണ്ടുകൾക്ക് മുൻപേ പറഞ്ഞതനുസരിച്ചാണ് ജനിച്ചത് എന്ന് നമ്മൾ കാണുകയുണ്ടായി. പുതിയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന 2 വാഗ്ദത്തങ്ങളിൽ പ്രധാനമായ ഒരു വാഗ്ദത്തം ഇവിടെയാണുള്ളത്. ഒന്ന്, അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിക്കാനിരിക്കുന്നത് കൊണ്ട് നീ അവന് യേശു എന്ന് പേരിടണം. യേശു രക്ഷിതാവാണ്. എല്ലാവർക്കും പാപമോചനം ആവശ്യമാണ്. എല്ലാവരുടെയും പാപമോചനത്തിനായി കടന്നു വന്നവനാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു. മത്തായിയുടെ സുവിശേഷം വായിക്കുമ്പോൾ പഠിക്കുമ്പോഴെല്ലാം ഒരു കാര്യം ഞാൻ ആവർത്തിച്ച് കണ്ടൊരു കാര്യം, ഇത് പ്രവാചകൻ പറഞ്ഞതിന് നിവർത്തി വരുവാൻ കാരണമായി. അനേക ഇടങ്ങളിൽ നാം അത് ആവർത്തിച്ച് കാണുന്നുണ്ട്. ഈ ഒന്നാമത്തെ ചാപ്റ്ററിൽ തന്നെ നമ്മളത് കാണാൻ തുടങ്ങി. അതിന്റെ അർത്ഥം എന്താണ്? പുതിയ നിയമത്തിൽ വസിക്കുന്ന ഞാനും നിങ്ങളും ദൈവിക വാഗ്ദത്തങ്ങളുടെ പൂർത്തീകരണത്തിന്റെ സീസണിലാണ് നമ്മൾ ആയിരിക്കുന്നത്, നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ഓരോ വാഗ്ദത്തങ്ങളും നമ്മൾ അവകാശം പറയണം, കർത്താവേ, നിന്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന ഈ വാഗ്ദത്തങ്ങളുടെ നിവർത്തീകരണത്തിന്റെ സമയമാണിത്. അന്ത്യകാലത്ത് സകല ജഗത്തിന്റെ മേലും ഞാൻ എന്റെ ആത്മാവിനെ പകരാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇത് ആ പ്രവാചകൻ പറഞ്ഞിരിക്കുന്ന ദൈവവചനത്തിന്റെ നിവൃത്തിയുടെ കാലമാണ്. അത് എനിക്ക് തരണം. അങ്ങനെ ഓരോ വാഗ്ദത്തങ്ങളും നമ്മൾ പ്രാപിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. ജോസഫ് താൻ മാത്രമാണ് ആ ദൈവാലോചന അറിഞ്ഞത്. മറ്റുള്ളവരൊന്നും അത് മനസ്സിലാക്കിയില്ല. മറിയയുമായി താൻ സഞ്ചരിക്കുമ്പോൾ ആളുകൾ തന്നെ ആക്ഷേപിച്ചെന്നിരിക്കും. പക്ഷേ അതെല്ലാം കർത്താവിനു വേണ്ടി സന്തോഷത്തോടെ സഹിക്കുവാൻ ജോസഫ് തയ്യാറായി. കർത്താവിനെ അനുസരിക്കുവാനായിട്ട് നാം തയ്യാറാകുമ്പോൾ നിന്ദകളും അപമാനങ്ങളും പഴികളും ദുഷികളുമൊക്കെ വന്നാൽ അത് സന്തോഷത്തോടെ ഞാൻ സഹിക്കുമെന്ന് ഉള്ള മനസ്സുള്ളവരാണോ നമ്മൾ? ദൈവത്തിന്റെ ആത്മാവ് മറിയയുടെ മേൽ വന്നപ്പോൾ അവൾക്കും അത്ര സ്വീകരണമൊന്നുമല്ല ലഭിച്ചത്. നിന്ദകളും അപമാനങ്ങളും തെറ്റിദ്ധാരണകളും ഒക്കെ ആയിരിക്കും ഉണ്ടായത്. എന്നാൽ
പരിശുദ്ധാത്മാവ് കടന്നു വന്നപ്പോൾ അതെല്ലാം കർത്താവിന് വേണ്ടി സഹിക്കുവാൻ അവൾ തയ്യാറായി എന്നുള്ളത് നമുക്കൊരു സന്ദേശമാണ്. സ്തോത്രം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇന്ന് നമ്മൾ ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത് 2-ാം അധ്യായത്തിലെ വാക്യമാണ്. 1-ാം വാക്യം, 1-2 വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ. ഹേരോദ രാജാവിന്റെ കാലത്ത് യേശു യഹൂദ്യയിലെ ബേതലഹേമിൽ ജനിച്ച ശേഷം കിഴക്ക് നിന്ന് വിദ്വാൻമാർ യെരുശലേമിലെത്തി. യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? ഞങ്ങൾ അവന്റെ നക്ഷത്രം കിഴക്ക് കണ്ടവനെ നമസ്കരിക്കുവാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇവിടെ നമ്മൾ വായിച്ചത് ഹേരോദാവിന്റെ കാലത്ത്. അപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ പറഞ്ഞല്ലോ, പഴയ നിയമം അവസാനിക്കുന്നത് പേർഷ്യൻ രാജാക്കന്മാരുടെ കാലത്തായിരുന്നു. പുതിയ നിയമം ആരംഭിക്കുന്നത് റോമ സാമ്രാജ്യം നിലവിലുള്ളപ്പോഴാണ്. ഇതിന്റെ ഇടയിൽ സംഭവിച്ചത് എന്താണെന്ന് നമ്മൾ പഠിക്കണമെന്ന് ഞാൻ ഓർപ്പിച്ചു. ഇന്ന് അതിനെക്കുറിച്ച് വിശദീകരിക്കുവാനായിട്ട് ഞാൻ സമയമെടുക്കുന്നില്ല. ദൈവവചനം നമ്മൾ പഠിച്ചാൽ ബാബിലോൺ സാമ്രാജ്യത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. BC 586 മുതൽ BC 538 വരെയുള്ള കാലയളവിൽ ബാബിലോൺ സാമ്രാജ്യം നിലവിലിരുന്നു. ആ സാമ്രാജ്യത്തിന്റെ കാലഘട്ടത്തിൽ ദൈവദാസനായ ദാനിയേല് ദൈവസന്നിധിയിൽ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിട്ട്, ദൈവമേ, യെരമ്യാ പ്രവചനത്തിലെ അവിടുത്തെ ആ പ്രവചനപ്രകാരം 70 വർഷം കൊണ്ട് പ്രവാസം തീരേണ്ടതാണല്ലോ, നിന്റെ ജനത്തെ വിടുവിക്കണമേ എന്ന് പറഞ്ഞ് ഉപവസിച്ച് പ്രാർത്ഥിച്ചതായി നമ്മൾ കാണുന്നുണ്ട്. ആ പ്രാർത്ഥനയുടെ ഫലമായി ദൈവം ബാബിലോൺ സാമ്രാജ്യത്തെ മാറ്റിയ ശേഷം മേദ്യ പേർഷ്യ രാജാക്കന്മാരെ എഴുന്നേൽപ്പിക്കുന്നു. അതിന്റെ കാരണം, മേദ്യ പേർഷ്യ രാജാക്കന്മാർ ഭരണത്തിൽ വരുമ്പോഴാണ് ഇസ്രായേൽ മക്കൾക്ക് മടങ്ങിപ്പോകുവാൻ ഉള്ളതായ ആ സ്വാതന്ത്ര്യം, പ്രവാസത്തിൽ നിന്നും വിടുതൽ പ്രാപിക്കുവാനുള്ള സ്വാതന്ത്ര്യം ലഭിച്ചത്. അങ്ങനെ അവര് പ്രവാസത്തിൽ നിന്നും മടങ്ങിപ്പോയതുകൊണ്ടാണ് സെരുബാബേലിന്റെ നേതൃത്വത്തിൽ ഒരു ചെറിയൊരു കൂട്ടമെങ്കിലും 50,000 പേര് മടങ്ങിപ്പോയതിന്റെ ഫലമായിട്ടാണ് ജോസഫും മറിയയും മറ്റും ബേഥലഹേമിൽ പാർത്തതും യേശു അവിടെ ജനിക്കുവാനിടയായതും എന്ന് നമ്മൾ മറന്നു പോകരുത്. അതിനുശേഷം മേദ്യ പേർഷ്യ രാജാക്കന്മാർക്ക് ശേഷം മറ്റൊരു രാജ്യം എഴുന്നേറ്റത് നാം ദൈവത്തിൽ വായിക്കുന്നു. നാം ദാനിയേൽ പ്രവചനത്തിൽ അത് വ്യക്തമായി കാണുന്നുണ്ട്. ഗ്രീസ്, മഹാനായ അലക്സാണ്ടർ ശക്തിയോടുകൂടെ പ്രവർത്തിച്ചതായ ഒരു സാമ്രാജ്യം, അറിയപ്പെടുന്ന സകല രാജ്യങ്ങളെയും താൻ വെട്ടിപ്പിടിച്ച് വലിയൊരു സാമ്രാജ്യം സ്ഥാപിച്ച സാമ്രാട്ടായിരുന്നു മഹാനായ അലക്സാണ്ടർ. എന്നാൽ അദ്ദേഹത്തിന്റെ 33-ാമത്തെ വയസ്സിൽ പെട്ടെന്ന് ഈ ലോകത്തിൽ നിന്ന് അദ്ദേഹം മാറ്റപ്പെട്ടു. തനിക്ക് ഈ രാജ്യം കൈമാറുവാനായിട്ട് മറ്റൊരു അവകാശിയില്ലായിരുന്നു. അതുകൊണ്ട് തന്റെ രാജ്യം 4 ജനറൽമാർക്കായിട്ട് വിഭജിക്കപ്പെട്ടു. അങ്ങനെ കൊടുക്കപ്പെട്ട കൂട്ടത്തിൽ പലസ്തീൻ കിട്ടിയത് ടോളമിക്കാണ്. നമ്മൾ പലസ്തീനെ കുറിച്ചും ഈജിപ്തിനെ കുറിച്ചും സെലൂക്കസിന്റെ ഭരണത്തെക്കുറിച്ചൊക്കെ ചരിത്രത്തിൽ പഠിക്കുന്ന കാര്യമാണ്. അങ്ങനെ ടോളമിയുടെ ഭരണകാലം, അവരുടെ പിൻഗാമികളുടെ ഭരണകാലം യഹൂദന്മാർക്ക് വളരെ നല്ല കാലമായിരുന്നു. അലക്സാന്ദ്രിയയിൽ വലിയൊരു ലൈബ്രറി സ്ഥാപിക്കുകയും അനേകം യഹൂദന്മാരെ അവിടേക്ക് താമസിപ്പിക്കുകയും ഒക്കെ ചെയ്തു. പലരും അത് യഹൂദന്മാർക്ക് നല്ലൊരു കാലഘട്ടമായിരുന്നു. അതിനുശേഷം ഈ ടോളമി വംശത്തെ കീഴ്പ്പെടുത്തിക്കൊണ്ട് സിറിയൻ രാജാവ് ഈജിപ്തിനെയും യെരുശലേമിനെയൊക്കെ കീഴ്പ്പെടുത്തി ഭരണമേറ്റെടുത്തു. അങ്ങനെ അദ്ദേഹം ഭരണമേറ്റെടുത്തതിന്റെ ഫലമായി സിറിയയിലെ അന്ത്യോക്യസ് എപ്പിഫാനസ് അവരുടെ ദേവാലയം മലിനപ്പെടുത്തുകയും വിശുദ്ധമായ യാഗം കഴിക്കേണ്ടിടത്ത് പന്നികളെ യാഗമർപ്പിച്ച് അവരെ പീഡിപ്പിക്കുവാനായിട്ട്, നശിപ്പിക്കുവാനായിട്ട് പ്രവർത്തിച്ചു. ആ കാലഘട്ടത്തിൽ
യഹൂദ മതത്തോട് വളരെ തീഷ്ണതയുള്ള ഒരു പുരോഹിതനുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് മത്തിയാസ് എന്നാണ്. മത്തിയാസിന്റെ അദ്ദേഹത്തിന് 5 മക്കളുണ്ടായിരുന്നു. അവര് ശക്തമായിട്ട് ഇതിനോട് എതിർത്തു. അതിനെയാണ് നമ്മൾ മക്കാബിയൻസ് കലഹമെന്ന് പഠിക്കുന്നത്. ആ കാലഘട്ടത്തിൽ ഭയങ്കര ഒരു യുദ്ധമായി. ഈ ദൈവത്തിന്റെ മഹാകരുണയാൽ അദ്ദേഹത്തിന് ഈ മക്കാബിയൻസ് എന്ന് പറയുന്ന ആ ഒരു ഗ്രൂപ്പിന് ദൈവം ജയം നൽകുകയും യെരുശലേമിന്റെ ഭരണം അവർക്ക് കൈക്കലാക്കുവാൻ അധികാരത്തിൽ വരുവാൻ ഇടയായി തീർന്നു. അതോടുകൂടെ അദ്ദേഹം ഈ വളരെ വ്യത്യാസങ്ങൾ, സ്വാതന്ത്ര്യങ്ങളൊക്കെ അവിടെ വരുത്തി. അവിടെ മഹാപുരോഹിതന് അവരുടെ സിവിൽ ആൻഡ് റിലീജിയസ് അധികാരങ്ങൾ കൊടുത്തു. അവരുടെ ആ അധികാരം റിലീജിയസ് ആൻഡ് സിവിൽ അധികാരങ്ങളൊക്കെ അദ്ദേഹം തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത്. അദ്ദേഹത്തെ സഹായിക്കുവാൻ അവരുടെ സിവിൽ കോർട്ടിനെ സപ്പോർട്ട് ചെയ്യുവാനായിട്ട് 71 അംഗങ്ങളുള്ള ഒരു സന്നിധി സംഘത്തെ രൂപീകരിച്ചു. അവരാണ് ഈ മഹാപുരോഹിതന്റെ ഭരണകാര്യങ്ങളിലൊക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ മക്കാബിയൻസിന്റെ കാലം മത സ്വാതന്ത്ര്യമുള്ള വളരെ അനുഗ്രഹിക്കപ്പെട്ട കാലമായിരുന്നു. മക്കാബിയൻസ് ഈ അദ്ദേഹത്തിന്റെ മക്കളുടെ ഭരണകാലത്ത് വീണ്ടും യുദ്ധമുണ്ടായി. ഇതിനോടകം അനേകം യുദ്ധങ്ങളുണ്ടായി. അതിനുശേഷം റോമൻ ആളുകൾ കടന്നു വന്ന് BC 63 ഇവരെ കീഴ്പ്പെടുത്തിയിട്ട് റോമിന്റെ സാമ്രാജ്യം നിലവിൽ വരുവാനായി, ഭരണത്തിൽ വരുവാനായിട്ടിടയായി തീർന്നു. അങ്ങനെ റോമ സാമ്രാജ്യം ആരംഭിക്കുമ്പോൾ അവര് ഭരണത്തിനായിട്ട് ഹേരോദ വംശത്തെ അധികാരപ്പെടുത്തി. ഹേരോദാവ് എന്ന് പറയുന്നത് ആ വംശം ഏദോമ്യരുടെ പിന്തുടർച്ചക്കാരാണ്. പക്ഷേ ഇവര് യഹൂദന്മാരോട് വളരെ അനുഭാവികളാണെന്ന് അവര് പുറമേ നടിക്കുന്നവരായിരുന്നു. അങ്ങനെ ഹേരോദ രാജാവ് ഭരണം നടത്തുന്നതായ കാലത്തെക്കുറിച്ചാണ് നമ്മൾ വായിക്കുന്നത്. ഈ മക്കാബിയൻസിന്റെ കാലഘട്ടത്തിൽ മറ്റൊരു കാര്യമുണ്ടായത്, ഈ ഗ്രീക്ക് ഭരണാധികാരി, യവന സാമ്രാജ്യത്തിലെ ഭരണാധികാരികൾ ഗ്രീക്ക് സംസ്കാരത്തെ പ്രോത്സാഹിപ്പിക്കുകയും അവര് യഹൂദന്മാരുടെ ആ വിശ്വാസത്തെ ഇല്ലാതാക്കുവാൻ ശ്രമിച്ചതിന്റെ ഫലമായിട്ട് മക്കാബിയൻസ് ശക്തമായി എതിർത്തു എന്ന് ഞാൻ ഓർപ്പിച്ചല്ലോ. ആ കാലഘട്ടത്തിൽ ഉണ്ടായ ഒരു ഗ്രൂപ്പിന്റെ പേരാണ് പരീശന്മാര്. ഇല്ല, നമുക്ക് ഈ യവന സംസ്കാരം ആവശ്യമില്ല, ഇത് ആത്മീകമല്ല, അത് അശുദ്ധമാണ് എന്ന് പറഞ്ഞ് ഇതിനോട് നമുക്ക് വേർപെടണം എന്ന് പറഞ്ഞ് മാറി നിന്നവരാണ് പരീശന്മാർ, ഫാരസീസ്. അവരെ വേർപാടുകാരെന്നാണ് അറിയപ്പെടുന്നത്. എന്നാൽ മറ്റൊരു കൂട്ടർ അപ്പോൾ എഴുന്നേറ്റു. അവരുടെ പേര് സാദൂക്യരെന്നാര് ആണ്. അവര് പറഞ്ഞു, അത്രയുമൊന്നും വിശുദ്ധിയൊന്നും വേണ്ട, അത്രയുമൊന്നും സ്ട്രിക്റ്റ് ആകേണ്ട ആവശ്യമൊന്നുമില്ല, ഒരു അല്പം ലൗകികമായ കാര്യങ്ങളൊക്കെ നമുക്ക് ആവശ്യമുണ്ട്, മരണാനന്തര ഒരു ജീവിതമൊന്നുമില്ല, സ്വർഗമെന്ന് പറയുന്നതില്ല, നരകമെന്ന് പറയുന്നതില്ല, ദൂതന്മാരില്ല. ഇങ്ങനെ പറയുന്ന ഒരു ഗ്രൂപ്പായിരുന്നു ഈ സാദൂക്യര്. ഹേരോദ്യരുടെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, അവര് ഏദോമ്യ വംശത്തിൽപ്പെട്ടവരാണ്. അതിനുശേഷമുള്ള വേറൊരു ഗ്രൂപ്പാണ് ശാസ്ത്രിമാർ, സ്ക്രൈബ്. അവര് യസ്രയുടെ കാലത്ത് രൂപം കൊണ്ട ഒരു ഗ്രൂപ്പാണ്. അവരാണ് ഈ ന്യായപ്രമാണം ഇങ്ങനെ അവരിങ്ങനെ പകർത്തി എഴുതിക്കൊണ്ടിരുന്ന ഗ്രൂപ്പുകൾ. ഈ ജനത്തിന് അവര് ചിതറിപ്പോയ കാലഘട്ടത്തിൽ ദേവാലയമില്ലല്ലോ. അപ്പോൾ ദേവാലയം അശുദ്ധമായി പോയി, ദേവാലയത്തിൽ കൂടി വരുവാൻ പറ്റുന്നില്ല. ആ സമയത്ത് ജനങ്ങൾക്ക് കൂടി വരുവാനായിട്ട് ഉണ്ടാക്കിയതാണ് പള്ളികൾ അല്ലെങ്കിൽ സിനാഗോഗുകൾ. ഈ പള്ളികളിൽ പുരോഹിതന്മാരല്ല ലീഡ് ചെയ്തിരുന്നത്, റബായിമാരും ഉപദേഷ്ടാക്കന്മാരുമായിരുന്നു. അതൊരു കോൺഗ്രിഗേഷണൽ വ്യവസ്ഥയായിരുന്നു എന്ന് വേണം നമ്മൾ പറയുവാൻ. ഇങ്ങനെയുള്ള അപ്പോൾ പരീശന്മാര്, സാദൂക്യര്, ശാസ്ത്രിമാര്, ഹേരോദ്യര്, ഇങ്ങനെയൊക്കെയുള്ളവരുടെ ഉത്ഭവത്തെക്കുറിച്ചാണ് ഞാൻ ചുരുക്കമായിട്ട് പറഞ്ഞത്. ഇത് വളരെ വിശദമായി നമ്മൾ പഠിക്കേണ്ടതാണ്.
BC 63 റോമൻ സാമ്രാജ്യം നിലവിലേക്ക് വരുന്നത്. അവര് ഹെരോദാവിനെ ഈ യെരുശലേം ബേത്ലഹേമിന്റെ യഹൂദ്യയുടെ രാജാവായിട്ട് നിയമിച്ചു. അദ്ദേഹത്തിന്റെ ഭരണകാലത്താണ് കർത്താവായ യേശുക്രിസ്തു ജനിച്ചത്. പക്ഷെ ഇതിന്റെ ഇടയിൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഈ ഗ്രീക്ക് സാമ്രാജ്യം നിലവിൽ വന്നപ്പോൾ മഹാനായ അലക്സാണ്ടർ എല്ലാ സാമ്രാജ്യങ്ങളെയും ഏകീകരിച്ചിട്ട് അവരെല്ലാം ഒരുമിച്ചാക്കിയിട്ട് ഗ്രീക്ക് ഭാഷ ഒരു യൂണിവേഴ്സൽ ലാംഗ്വേജ് ആക്കി മാറ്റി. അങ്ങനെ ലാംഗ്വേജ് ആക്കി മാറ്റുക മാത്രമല്ല, വേദപുസ്തകത്തെ ആ കാലഘട്ടത്തിൽ ഗ്രീക്കിലേക്ക് ഭാഷാന്തരം ചെയ്യുകയും ചെയ്തു. അതാണ് നമുക്ക് ആദ്യം ലഭിച്ചിരിക്കുന്ന ട്രാൻസ്ലേഷൻ. സെപ്റ്റ്വജന്റ് വെർഷൻ എന്ന് പറയുന്ന ബൈബിൾ തന്നെ അതാണ്. അങ്ങനെ ആ സെപ്റ്റ്വജന്റ് ഭാഷ ആ ട്രാൻസ്ലേഷനും ഉണ്ടായി. ഇങ്ങനെ ആ ദൈവത്തിന്റെ ആ വചനം എല്ലാം പരക്കുവാനിടയായി. അതുകൂടാതെ റോമൻ സാമ്രാജ്യം വന്നപ്പോൾ അവരെല്ലായിടത്തും വലിയ റോഡുകൾ ഉണ്ടാക്കി. അതുമാത്രമല്ല, എല്ലായിടത്തും കലഹങ്ങളൊന്നും ഉണ്ടാകുവാൻ സമ്മതിക്കാതെ സമാധാനം വരുത്തുവാനിടയായി തീർന്നു. അതുകൂടാതെ ഈ റോമന്റെ കാലത്താണ് കുറ്റവാളികളെ ക്രൂശിച്ചു കൊല്ലണം എന്നുള്ള വധശിക്ഷ, ക്രൂശിച്ചു കൊല്ലുന്ന ആ ക്രമീകരണവും വരുത്തിയത്. ഇത്രയും പറഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായല്ലോ, ഈ കാര്യങ്ങളുടെ എല്ലാം പിറകിൽ പ്രവർത്തിച്ചത് വലിയവനായ ദൈവത്തിന്റെ കരമായിരുന്നു. സുവിശേഷം ദേശത്തെല്ലായിടവും പരത്തുവാൻ ആ യൂണിവേഴ്സൽ ലാംഗ്വേജായ ഗ്രീക്ക് ഭാഷയ്ക്ക് സഹായിച്ചു. കൂടാതെ ദൈവത്തിന്റെ വചനം എല്ലായിടത്തും എത്തിക്കുവാൻ തക്കവണ്ണം യാത്ര ചെയ്യുവാനൊക്കെ പൗലൂസിനും മറ്റുള്ള ആളുകൾക്കൊക്കെ ഈ റോഡിന്റെ നിർമ്മാണം വളരെ സൗകര്യമായി. സമാധാന നില ഉണ്ടാക്കിയതും വളരെ കാര്യമായി. മാത്രമല്ല, കർത്താവായ യേശുക്രിസ്തു ക്രൂശിക്കപ്പെടണമെന്നുള്ളത് ദൈവവ്യവസ്ഥയാകയാൽ ആ ക്രൂശീകരണം കൊണ്ടുവന്നതും ദൈവത്തിന്റെ പദ്ധതി തന്നെ ആയിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ഒരു കാര്യം മനസ്സിലായല്ലോ, ഇതിന്റെ എല്ലാം പിറകിൽ പ്രവർത്തിച്ചത് നമ്മുടെ ദൈവത്തിന്റെ കരമാണ്. ഇന്ന് രാത്രിയിൽ ഈ വചനത്തിലൂടെ ഞാൻ ഓർപ്പിക്കട്ടെ. നമ്മൾ വിചാരിക്കും, ഞാൻ എന്ത് സാഹചര്യത്തിലൂടെയൊക്കെയാണ് കടന്നു പോകുന്നത്, എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ, എന്താണ് ഇങ്ങനെയെന്നൊക്കെ നമ്മൾ വിചാരിച്ചെന്നിരിക്കാം. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കണം, ഇതിന്റെ എല്ലാം പിന്നിൽ ദൈവത്തിന്റെ കരം പ്രവർത്തിക്കുന്നുണ്ട്. തന്റെ ഉദ്ദേശം നിവർത്തിക്കുവാനായിട്ട് ദൈവം ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യുകയാണെന്ന് മനസ്സിലാക്കി ദൈവത്തിന്റെ ജ്ഞാനത്തിനും ദൈവത്തിന്റെ സമയത്തിനുമായി നാം കാത്തിരുന്നാൽ ആ ദൈവപ്രവൃത്തി നമുക്ക് കാണുവാൻ കഴിയും എന്നുള്ള സന്ദേശം എന്റെ ശ്രോതാക്കൾ മറന്നുപോകരുതെന്ന് ഞാൻ ഓർപ്പിക്കുകയാണ്. ഹേരോദാവിന്റെ കാലത്ത് യേശു യഹൂദിയയിലെ ബേത്ലഹേമിൽ ജനിച്ച ശേഷം കിഴക്ക് നിന്ന് വിദ്വാൻമാർ യെരുശലേമിലെത്തി, യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? ഞങ്ങൾ അവന്റെ നക്ഷത്രം കിഴക്ക് കണ്ട് അവനെ നമസ്കരിക്കുവാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, യേശു ജനിച്ചത് ബേത്ലഹേമിലാണ്. ബേത്ലഹേമിൽ യേശു ജനിക്കുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവാചകനായ മീഖ പ്രവാചകൻ 5-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ ഇപ്രകാരം പറഞ്ഞത് ഞാൻ വായിക്കട്ടെ. മീഖ 5:2. നീയോ ബേത്ലഹേം എഫ്രാത്തേ, നീ യഹൂദാ സഹസ്രങ്ങളിൽ ചെറുതായിരുന്നാലും ഇസ്രായേലിന് അധിപതിയായിരിക്കേണ്ടവൻ എനിക്ക് നിന്നിൽ നിന്ന് ഉത്ഭവിച്ചു വരും. അവന്റെ ഉത്ഭവം പണ്ടേ ഉള്ളതും പുരാതനമായതും തന്നെ. അപ്പോൾ പ്രവാചകനായ മീഖ ഇത് മുന്നമേ തന്നെ പ്രവചിച്ചിരുന്നു. ഏകദേശം ഇത് സംഭവിക്കുന്നതിന് 700 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകനായ മീഖ ഇത് പ്രവചിച്ചതാണ്. ഈ മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ നമ്മൾ ഒരു കാര്യം വായിക്കുന്നുണ്ട്. യേശു ജനിച്ച കാര്യം ഹേരോദാവ് അറിഞ്ഞപ്പോൾ അദ്ദേഹം ഭ്രമിച്ചു. ഉടനെ തന്നെ താന് ജനത്തിന്റെ മഹാപുരോഹിതന്മാരെയും ശാസ്ത്രിമാരെയൊക്കെ കൂട്ടിവരുത്തിയിട്ട് ചോദിച്ചു, ക്രിസ്തു എവിടെയാണ് ജനിക്കാൻ സാധ്യതയുള്ളത്? അവര് പെട്ടെന്ന് തന്നെ പറഞ്ഞു, യഹൂദിയയിലെ ബേത്ലഹേമേ, നീ യഹൂദ പ്രഭുക്കന്മാരിൽ ഒട്ടും ചെറുതല്ല. എന്റെ ജനമായ ഇസ്രായേലിനെ മേയിപ്പാനുള്ള
തലവൻ നിന്നിൽ നിന്ന് പുറപ്പെട്ടു വരുമെന്നിങ്ങനെ പ്രവാചകൻ മുഖാന്തരം എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞു. പെട്ടെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി, ഇത് യേശുവിന്റെ ജനനം പ്രവചന നിവൃത്തിയാണ്. ബേത്ലഹേമിലാണ് ജനിക്കുന്നത്. ബേത്ലഹേമിന്റെ ആദ്യത്തെ പേര് എഫ്രാത്ത് എന്നാണ്. നീയോ ബേത്ലഹേം എഫ്രാത്തെ. എഫ്രാത്ത് എന്ന് പറഞ്ഞാൽ നീ യഹൂദ സഹസ്രങ്ങളിൽ ചെറുതായിരുന്നാലും, അപ്പോൾ ചെറിയൊരു സ്ഥലമാണ്. എഫ്രാത്ത് എന്ന് പറഞ്ഞാൽ ഫ്രൂട്ട്ഫുൾനെസ് എന്നാണ്. ബേത്ലഹേം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അപ്പത്തിന്റെ വീടാണ്. അപ്പോൾ യേശു ആ ബേത്ലഹേമിൽ ജനിക്കുക എന്ന് പറയുന്നത് എത്രയോ യോഗ്യമായ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ്. ജീവന്റെ അപ്പമായ യേശു അപ്പത്തിന്റെ സ്ഥലമെന്ന് പേര് പറയുന്ന ബേത്ലഹേമിൽ ജനിച്ചു. ഈ പട്ടണം, ഈ ഗ്രാമം അറിയപ്പെടാത്ത ചെറിയൊരു സ്ഥലമാണ്. ഈ ചെറിയ പട്ടണത്തിൽ യേശു ജനിച്ചതിനാൽ ഇന്ന് ആ പട്ടണം ബേത്ലഹേം എന്ന് പറഞ്ഞാൽ അത് പ്രസിദ്ധമാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ചെറിയ പട്ടണത്തെ ഫിലിപ്പോസ് എന്ന സുവിശേഷകൻ നഥനയേലിനോട് ചെന്ന് ഞങ്ങൾ മശിഹായെ കണ്ടു കേട്ടോ എന്ന് പറഞ്ഞപ്പോൾ നഥനയേല് ഫിലിപ്പോസിനോട് ചോദിച്ച കാര്യം നമുക്കറിയാമല്ലോ. യോഹന്നാന്റെ സുവിശേഷം 1:46 തോന്നാം. ഇങ്ങനെ വായിക്കുന്നു, നസറേത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ? അത്രമാത്രം അവര് നിന്ദിച്ചിട്ടിരുന്ന ഒരു സ്ഥലമാണ് നസറേത്ത്. ബേത്ലഹേം ചെറിയൊരു സ്ഥലമാണ്. എഫ്രാത്ത് ഒരു ചെറിയ പട്ടണമാണ്. എന്നാൽ കർത്താവായ യേശുക്രിസ്തു ജനിച്ചതോടുകൂടെ ആ പട്ടണം പ്രസിദ്ധമായി. ഒന്ന് ആലോചിച്ചു നോക്കുക, യേശു നമ്മളുടെ ജീവിതത്തിൽ വന്നതുകൊണ്ട് നമ്മളുടെ ജീവിതം എത്രമാത്രം വ്യത്യാസമാണ് ഉണ്ടായിട്ടുള്ളത്. നമ്മൾ പാടാറുണ്ടല്ലോ, യേശുവൻ ഉള്ളത്തിൽ വന്ന നാളിൽ എന്തു മാറ്റം. നമ്മുടെ ജീവിതത്തിൽ വന്ന എല്ലാവിധ മാറ്റത്തിന്റെയും കാരണം യേശു നമ്മുടെ ജീവിതത്തിൽ ജനിച്ചതുകൊണ്ടല്ലേ. മാത്രമല്ല, നമ്മൾ ഈ ബേത്ലഹേമിനെ കുറിച്ച് വായിക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. ആദ്യം വേദപുസ്തകത്തിൽ ബേത്ലഹേമിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 35-ാം അധ്യായത്തിന്റെ 16 മുതലുള്ള വാക്യങ്ങളിലാണ്. എന്താ നമ്മൾ അവിടെ കാണുന്നത്? യാക്കോബിന്റെ പ്രിയപ്പെട്ട ഭാര്യ ആ ബേത്ലഹേമിന് റാഹേൽ ബേത്ലഹേമിന് അടുത്ത് വെച്ചാണ് ബെഞ്ചമിനെ ഡെലിവറി ചെയ്യുന്നത്. അപ്പോൾ ആ പ്രസവ വേദനയിൽ, ആ പ്രസവത്തോടുകൂടി അവൾ മരിച്ചുപോയി. വേദനയുടെയും ദുഃഖത്തിന്റെയും ഇടമായ ആ ഇടം അവൾ പറഞ്ഞു, ബെനോയി, ഞാൻ നിന്നെ ദുഃഖത്തോടെയാണ് വേദനയോടെയാണ് പ്രസവിച്ചതെന്ന് പറഞ്ഞ് ആ പേരിട്ടു. എന്നാൽ ആ വേദനയുടെയും ദുഃഖത്തിന്റെയും ഇടം മഹത്വത്തിന്റെ സ്ഥലമായി മാറി യേശു അവിടെ ജനിച്ചതിന്റെ ഫലമായിട്ട്. എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ കർത്താവായ യേശുക്രിസ്തു കടന്നു വരുമ്പോൾ നമ്മുടെ വേദനയും ദുഃഖവുമെല്ലാം ദൈവത്തിന്റെ മഹത്വത്തിനായി ദൈവം മാറ്റുന്നവനാണെന്ന് നമുക്കതിൽ നിന്നും മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു സത്യമാണ്. സ്തോത്രം. അപ്പോൾ നസറേത്തിൽ നിന്ന് വല്ല ഗുണവും വരുമോ എന്ന് പറഞ്ഞ് നിന്ദിക്കപ്പെട്ടതായ ആ സ്ഥലം, എന്നാൽ അത് കർത്താവിൽ പ്രസിദ്ധമായി എന്ന് നാം വായിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ യേശു കടന്നു വരുമ്പോൾ നമ്മുടെ അവസ്ഥകൾക്കെല്ലാം ദൈവം വ്യത്യാസപ്പെടുത്തുന്ന ദൈവമാണ്. സ്തോത്രം. നമ്മൾ വായിച്ച വേദഭാഗത്തേക്ക് വേഗം കടന്നു വന്നിട്ട് ഞാൻ എന്റെ വാക്കുകളെ ചുരുക്കാം. സ്തോത്രം. നമ്മൾ വായിച്ചത് ഒന്നുകൂടെ ഓർപ്പിക്കട്ടെ. ഹേരോദാവിന്റെ കാലത്ത്, അപ്പോൾ ഹേരോദാവിന്റെ കാലം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചുരുക്കമായിട്ടെങ്കിലും ഞാൻ ഓർപ്പിച്ചല്ലോ. വിശദീകരിക്കുവാൻ ഈ ലൈനിൽ സമയമില്ലാത്തത് കൊണ്ടാണ് അങ്ങനെ ചുരുങ്ങിയ വാചകത്തിൽ ഞാൻ പറഞ്ഞത്. കിഴക്ക് നിന്ന് വിദ്വാൻമാർ, യേശു യഹൂദിയിലെ ബേത്ലഹേമിൽ ജനിച്ച ശേഷം യേശു ബേത്ലഹേമിൽ ജനിച്ചു. അതിന്റെ പ്രത്യേകത നമ്മൾ കണ്ടു. ബേത്ലഹേം അപ്പത്തിന്റെ വീട്. ജീവന്റെ അപ്പമായ യേശു ബേത്ലഹേമിൽ ജനിക്കുക എന്നുള്ളത് അത് ശ്രേഷ്ഠമായ ഒരു ദൈവത്തിന്റെ പ്രവൃത്തി തന്നെയായിരുന്നു. അവിടെ ജനിച്ചപ്പോൾ കിഴക്ക് നിന്ന് വിദ്വാൻമാർ യെരുശലേമിലെത്തി. ഇനിയും നമ്മുടെ ചിന്ത, ആരാണ് ഈ കിഴക്ക് നിന്ന് വന്ന വിദ്വാൻമാർ? മഗായി എന്നാണ് അവരെ കുറിച്ച് ഗ്രീക്കിൽ പറയുന്നത്. അവര് നക്ഷത്രങ്ങളുടെ നീക്കങ്ങളെയൊക്കെ
വിശദീകരിച്ച് മനസ്സിലാക്കുവാൻ ഗ്രഹിക്കുവാൻ കഴിവുള്ളവരാണ്, വാനശാസ്ത്രജ്ഞന്മാരാണെന്നാണ് അവരെക്കുറിച്ച് പറയുന്നത്. ഇവര് കിഴക്ക് എന്ന് പറഞ്ഞു. ഏത് കിഴക്ക് നിന്നാണ്? യെരുശലേമിന്റെ കിഴക്കെന്ന് പറഞ്ഞാൽ അത് ബാബിലോണിന്റെ, പഴയ ബാബിലോണിന്റെ ഒരു സ്ഥലമെന്നാണ് അതിന്റെ അർത്ഥം. അവിടെ നിന്നാണ് പാർത്തിയ എന്ന് പറയുന്ന ആ പഴയ ബാബിലോണിനടുത്തുള്ള ഒരു സ്ഥലമാണ് എന്നാണ് ചരിത്രം പറയുന്നത്. അതിന്റെ അർത്ഥം എന്താ? അവരാരായിരിക്കും? ഇസ്രായേൽ മക്കൾ ബാബിലോണിലേക്ക് പ്രവാസത്തിലേക്ക് പോയത് നമുക്കറിയാം. അവർക്ക് മടങ്ങി വരുവാൻ സ്വാതന്ത്ര്യം ലഭിച്ചു. പക്ഷെ എല്ലാവരും വന്നില്ല. അവരിൽ അവിടെ കുറെ പേരങ്ങ് തങ്ങി താമസിച്ചു. അവരുടെ വരാഞ്ഞവരുടെ ജീവിതത്തിൽ നേരിട്ടതായ പല സംഭവങ്ങൾ ആ സമയത്ത് നടന്ന കാര്യമാണ് എസ്തേറിന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്ന ചരിത്രം. അപ്പോൾ ഈ ആളുകൾക്ക് ദൈവവചനത്തിലെ പഴയ നിയമത്തിലെ കാര്യങ്ങളൊക്കെ അറിയാം. നമ്മൾ സംഖ്യാപുസ്തകം 24:17 ഇങ്ങനെ വായിക്കുന്നുണ്ട്, യാക്കോബിൽ നിന്ന് ഒരു നക്ഷത്രം ഉദിക്കും. ഈ പഴയ നിയമ സത്യങ്ങളൊക്കെ അറിയാവുന്ന ആ ബാബിലോണിൽ തങ്ങിയ യഹൂദന്മാരായിരിക്കുമോ ഇവര്? ആ കൂട്ടത്തിൽ തന്നെ, യഹൂദന്മാരുടെ കൂട്ടത്തിൽ തന്നെ വലിയ ജ്ഞാനികളായിട്ടുള്ളവരുണ്ടായിരുന്നല്ലോ. ദാനിയേലിനെയും മറ്റും ആ രാജാവിന്റെ അഡ്വൈസേഴ്സ് ആയിട്ട് തെരഞ്ഞെടുത്ത കാര്യം പോലും നമുക്കറിയാമല്ലോ. അവരായിരിക്കാനാണ് സാധ്യത. കാര്യം അവർ നക്ഷത്രങ്ങളുടെ ലക്ഷണങ്ങളൊക്കെ മനസ്സിലാക്കി പറയുവാൻ കഴിവുള്ളവരാണ്. അതുകൊണ്ട് അവരായിരിക്കുവാനാണ് സാധ്യത എന്ന് നമുക്ക് ചിന്തിക്കുന്നതിൽ തെറ്റില്ലെന്നാണ് എന്റെ അഭിപ്രായം. അവര് കിഴക്ക് നിന്ന് വന്നു. യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? ഞങ്ങൾ അവന്റെ നക്ഷത്രം കിഴക്ക് കണ്ട് അവനെ നമസ്കരിക്കുവാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇവര് നക്ഷത്രം കണ്ടുകൊണ്ട് വന്നിരിക്കുകയാണ്. അവര് യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ, കർത്താവായ യേശുക്രിസ്തു രാജാവായി പിറന്നവനാണ്. മത്തായിയുടെ സുവിശേഷത്തിലെ ഒരു പ്രധാനമായ വിഷയം ദൈവരാജ്യമെന്നാണ്. കർത്താവായ യേശുക്രിസ്തു ലോകത്തിൽ തന്റെ രാജ്യം സ്ഥാപിക്കുവാനായിട്ട് കടന്നു വന്നു. യേശുവിന്റെ പ്രസംഗം അതായിരുന്നു, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. ഇന്ന് കർത്താവ് സ്ഥാപിച്ചിരിക്കുന്ന രാജ്യം ആത്മീയ ദൈവരാജ്യമാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവിനാൽ ദൈവാധിപത്യം, ദൈവഭരണം ദൈവം വെച്ചതിനാൽ, സ്ഥാപിച്ചതിനാൽ നാം ഇന്ന് ആത്മീയമായ ദൈവരാജ്യത്തിലാണ്. അവൻ നമ്മുടെ രാജാവാണ്. അവർക്കാണ് ദൈവം സ്ഥാപിക്കുവാൻ പോകുന്ന അക്ഷരീകമായ ദൈവരാജ്യത്തിലേക്ക് പ്രവേശനവും ലഭിക്കുന്നത്. അപ്പോൾ നമ്മുടെ കർത്താവ് രാജാവായി പിറന്നവനാണ്. പഴയ നിയമം പറയുന്നു ദൈവം തന്റെ രാജ്യം സ്ഥാപിക്കും. അതിന് ദാവീദിന്റെ സിംഹാസനത്തിൽ നിന്നാണ് ഒരു രാജാവ് മശിഹ വരുന്നതെന്ന് ഓർപ്പിച്ചു. ആ ദാവീദിന്റെ സിംഹാസനത്തിൽ രാജാവായി വാഴുവാൻ യോഗ്യതയുള്ളവനാണ് യേശു എന്ന് വെളിപ്പെടുത്തുവാനാണ് ആ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന വംശാവലി തെളിയിച്ചിരിക്കുന്നതെന്ന് ഞാൻ ആരംഭ ദിവസം തന്നെ ഓർപ്പിച്ചുവല്ലോ. നമ്മുടെ കർത്താവ് യഹൂദന്മാരുടെ രാജാവ് മാത്രമല്ല, അവൻ സകല മനുഷ്യരുടെയും രാജാവായി പിറന്നവനാണ്. ഞങ്ങൾ അവന്റെ നക്ഷത്രം കിഴക്ക് കണ്ട് അവനെ നമസ്കരിക്കുവാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. സ്തോത്രം. അപ്പോൾ അവർക്ക് മനസ്സിലായി കിഴക്കൊരു നക്ഷത്രം ഉദിച്ചിരിക്കുന്നു. അത് സാധാരണ നക്ഷത്രമല്ല, അതിനൊരു സന്ദേശം പറയുവാനുണ്ട്. അത് അവർ മനസ്സിലാക്കിയിട്ടാണ് അവർ കടന്നു വരുന്നത്. നക്ഷത്രത്തെക്കുറിച്ച് നമ്മൾ അല്പമായി ഒന്ന് ചിന്തിച്ചാൽ, ഈ നക്ഷത്രം എന്ന് പറയുന്നത് മനുഷ്യ നിർമ്മിതമല്ല എന്ന് നമുക്കറിയാം. അത് എല്ലാവർക്കും വേണ്ടി ഉള്ളതാണ് ഈ നക്ഷത്രം എന്ന് പറയുന്നത്. ആ നക്ഷത്രം എല്ലാവർക്കും ഉള്ള നക്ഷത്രമാണ്. അത് ലോകത്തിലുള്ള ഒരു മനുഷ്യർക്കും അതിനെ നശിപ്പിക്കുവാനായിട്ട് കഴിയത്തില്ല. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കർത്താവ് ഇവിടെ ഈ പറഞ്ഞിരിക്കുന്ന ദൈവവചനത്തിൽ നമ്മൾ എന്താണ് മനസ്സിലാക്കുന്നത്? കർത്താവായ യേശുക്രിസ്തുവിന്റെ ജനനത്തെക്കുറിച്ച് ഓർപ്പിക്കുവാനായിട്ട് വെളിപ്പെടുത്തിയതായ ആ നക്ഷത്രം, അത് മനുഷ്യനിർമ്മിതമല്ല. മനുഷ്യർക്കാർക്കും അത് നശിപ്പിക്കുവാൻ സാധ്യമല്ല. എല്ലാവർക്കും വേണ്ടി ഉള്ളതാണ്. മാത്രമല്ല, ഇത് നമ്മൾക്ക് മനസ്സിലാകുന്നത്
ഇവർ ഈ നക്ഷത്രം കണ്ടുകൊണ്ട് യാത്ര തിരിച്ചു. നക്ഷത്രം ആര് കണ്ടുവോ ആ ആളിന്റെ അരികിൽ വരെ അവരെ എത്തിക്കുകയും കൂടെ ചെയ്യുവാൻ കഴിവുള്ളതാണ് ഈ നക്ഷത്രം. ഈ നക്ഷത്രത്തെ ഞാൻ ദൈവവചനവുമായി ആത്മീയ അർത്ഥത്തിൽ ഒന്ന് കമ്പയർ ചെയ്തുകൊള്ളട്ടെ. സ്തോത്രം. നമ്മെ ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കുവാൻ, നമ്മെ ദൈവത്തിങ്കിലേക്ക് ആകർഷിക്കുവാൻ ഈ ദൈവവചനമല്ലേ നമുക്ക് സഹായമായത്. ഈ ദൈവവചനത്തിലൂടെയല്ലേ നാം ദൈവത്തെ കാണുന്നത്. ആ വചനം ഒരു മനുഷ്യന്റെയും ഇഷ്ടത്താൽ വന്നതല്ല, ദൈവത്താൽ എഴുതപ്പെട്ട ദൈവത്തിന്റെ ആത്മാവിനാൽ പറഞ്ഞു നൽകിയ വചനമാണ് ദൈവവചനം. ഈ വചനത്തെ ഇല്ലാതാക്കുവാൻ എത്രയോ ആളുകൾ അവരുടെ വാളും അവരുടെ പേനയും എല്ലാം ഉപയോഗിച്ചിട്ടുണ്ട്. ഒരുവന്റെയും തൂലികയ്ക്കോ വാളിനോ ഈ ദൈവവചനത്തെ നശിപ്പിക്കുവാൻ കഴിയാതെ അതിന്നും ജയഭേരി മുഴക്കിക്കൊണ്ട് നിൽക്കുന്നു എന്നുള്ളത് എത്രയോ സത്യമാണ്. ഈ ദൈവവചനത്തിലൂടെ നാം കർത്താവിനെ മനസ്സിലാക്കി ആ വചനം അനുസരിച്ച് നാം അവന്റെ അരികിൽ ചെല്ലേണ്ടത് ഏറ്റവും ആവശ്യമാണ്. മനുഷ്യര് പറയുന്നത് അനുസരിച്ച് പോകുന്നതല്ല നക്ഷത്രം. നക്ഷത്രം പറയുന്നതനുസരിച്ച് പോകേണ്ടവരാണ് മനുഷ്യർ. നമ്മുടെ ഉത്തരവാദിത്വം നമ്മുടെ സൗകര്യപ്രദമായിട്ട് വചനത്തെ നമ്മൾ വളച്ചൊടിക്കുവാനുള്ളതല്ല. ദൈവവചനം എന്തു പറയുന്നുവോ അത് അനുസരിച്ച് നാം ജീവിക്കേണ്ടവരാണ്. ഇവര് ഈ നക്ഷത്രത്തെ നോക്കി യാത്ര ചെയ്തു. അവര് കൊട്ടാരത്തിലേക്ക് വന്നു. കൊട്ടാരത്തിൽ വന്നപ്പോൾ യെരുശലേമിലല്ലേ, അവര് വിചാരിച്ചു ഈ യഹൂദ മതത്തിന്റെ അല്ലെങ്കിൽ ദൈവിക കാര്യങ്ങളുടെ ഹെഡ്ക്വാർട്ടർ അല്ലയോ, ഇവിടെ നിന്ന് നമുക്ക് ഹെൽപ്പൊക്കെ കിട്ടും എന്ന് വിചാരിച്ചായിരിക്കും അവർ വന്നത്. പക്ഷെ അവർക്ക് അവിടെ ഒരു പ്രോത്സാഹനവും കിട്ടിയില്ല. രാജാവ് ഹേരോദാവ് ഭ്രമിച്ചുപോയി എന്നാണ് നമ്മൾ വായിക്കുന്നത്. അയ്യോ, ഞങ്ങള് എത്രയോ മൈലുകൾ യാത്ര ചെയ്തു വരികയാണ്. ഇന്നത്തെ പോലെ വലിയ സൗകര്യമുള്ള കാറുകളൊന്നുമുള്ള കാലമല്ല, നമുക്കറിയാമല്ലോ. അപ്പം അനേക മൈലുകൾ അവർ യാത്ര ചെയ്ത് വരണമെങ്കിൽ എത്ര ദിവസം എടുത്തു കാണും, എത്ര കഷ്ടം അവർ സഹിച്ചു കാണും. അതെല്ലാം സഹിച്ച് അവര് ഈ യെരുശലേമിൽ വന്നപ്പോൾ, ബേത്ലഹേമിൽ വന്നപ്പോൾ അവർക്ക് ഒരു പ്രോത്സാഹനം കിട്ടുമെന്നായിരിക്കും അവർ പ്രതീക്ഷിച്ചത്. എന്നാൽ അവർ പ്രതീക്ഷിച്ച സ്ഥാനത്തു നിന്നും പ്രോത്സാഹനമൊന്നും കിട്ടിയില്ല. രാജാവ് ഭ്രമിച്ചുപോയി എന്നാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. പക്ഷെ അവരതുകൊണ്ട് ക്ഷീണിച്ചില്ല. അവര് അവിടെ ഒന്നും അവർക്ക് കിട്ടിയ ആ ലക്ഷ്യത്തിലേക്ക് അവർ വീണ്ടും ബേത്ലഹേമിനെ ലക്ഷ്യമാക്കി യാത്ര ചെയ്യുന്നതാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. എന്നാൽ ഒരു കാര്യം പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. ഹേരോദാവ് അവരോട് പറഞ്ഞു, ഈ ശിശു എവിടെയാണ് ജനിച്ചിരിക്കുന്നതെന്നുള്ള ലൊക്കേഷൻ നിങ്ങൾ കൃത്യമായിട്ട് അന്വേഷിച്ചിട്ട് എന്നോട് വന്ന് പറയണം കേട്ടോ, ഞാനും പോയി ആരാധിക്കുവാനാണ്. അവര് ഈ ഹേരോദാവ് ഇങ്ങനെ പറഞ്ഞത് കുഞ്ഞിനെ നശിപ്പിക്കുവാനാണെന്നും തന്ത്രപരമായിട്ടാണെന്നും ഒന്നും അവർ ചിന്തിച്ചില്ല. അവരങ്ങ് പോയി. പക്ഷെ ഒരു കാര്യം ചെയ്തു. ഹേരോദാവിന്റെ ആ കൊട്ടാരത്തിൽ അല്ലെങ്കിൽ അവന്റെ അധികാരത്തിൽ എത്ര പട്ടാളക്കാർ കാണും? ഒരൊറ്റ വ്യക്തിയെ പോലും ഇവരുടെ കൂടെ അയക്കുവാൻ അദ്ദേഹത്തിന് മനസ്സ് തോന്നിയില്ല. അങ്ങനെ അയച്ചിരുന്നെങ്കിൽ അവർ വന്ന് വിവരം പറഞ്ഞ് ഈ കുഞ്ഞിനെ നശിപ്പിക്കുമായിരുന്നല്ലോ. ദൈവം അതിന് സമ്മതിച്ചില്ല. മാത്രമല്ല, ഈ ശാസ്ത്രിമാരും മഹാപുരോഹിതന്മാരുമൊക്കെ ദൈവവചനം പരിശോധിച്ചു. അവർക്ക് കൃത്യമായിട്ട് അറിയാമായിരുന്നു കർത്താവായ യേശുക്രിസ്തു ജനിക്കുന്നത് യഹൂദയിലെ ബേത്ലഹേമിലാണെന്ന്. ആ കർത്താവിനെ കുറിച്ച് അവരറിഞ്ഞിട്ട് എന്നാൽ ഞങ്ങൾക്കും കൂടെ പോയി അവനെ ഒന്ന് ആരാധിക്കാം എന്നുള്ള താല്പര്യം ഒരു വ്യക്തിക്ക് പോലും വന്നില്ല. അപ്പോ ദൈവത്തെക്കുറിച്ച് ശരിക്കും അറിയണമെങ്കിൽ കേവലം നമ്മുടെ ബുദ്ധി കൊണ്ടുള്ള അറിവ് മാത്രം പോരാ, ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് അത് വെളിപ്പെടുത്തി തരണം. ദൈവമക്കളെ, ഈ ദൈവത്തിന്റെ ആത്മാവ് ഈ ദൈവവചന സത്യങ്ങൾ നമുക്ക് വെളിപ്പെടുത്തി തന്നതിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നമ്മെ ദൈവത്തിങ്കിലേക്ക് നടത്തിയതായ നക്ഷത്രം ഏതാണ്? വിദ്വാൻമാരെ യേശുവിങ്കിലേക്ക് നടത്തിയത് ഈ നക്ഷത്രമാണ്. എന്നെയും നിങ്ങളെയും യേശുവിന്റെ അരികിലേക്ക് അല്ലെങ്കിൽ ദൈവസന്നിധിയിലേക്ക് നടത്തിയത് ഓരോരോ അനുഭവങ്ങളായിരിക്കാം. ഒരുപക്ഷെ ഒരു സൺഡേ സ്കൂൾ അധ്യാപകനായിരിക്കാം,
അല്ലെങ്കിൽ ഒരു ദൈവദാസന്റെ സാക്ഷ്യമോ പ്രസംഗമായിരിക്കാം, അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് ലഭിച്ച ഏതെങ്കിലും ഒരു അനുഭവമായിരിക്കാം. എന്താണെങ്കിലും കർത്താവിലേക്ക് നമ്മെ നടത്തിയതായ നക്ഷത്രം എന്തു തന്നെയാണെങ്കിലും നാം സന്തോഷിക്കണം. കാരണം ആ കർത്താവിന്റെ അരികിലേക്ക് കടന്നു വരുവാൻ ദൈവം നമുക്ക് ഭാഗ്യം നൽകിയല്ലോ. അവര് കടന്നുപോയി. അവര് കടന്നു ചെന്നിട്ട് എന്താണ് കണ്ടത് നമ്മൾ വായിക്കുന്നുണ്ട്. ഹെരോദാവ് വിദ്വാൻമാരെ രഹസ്യമായി വിളിച്ച് നക്ഷത്രം തെളിവായ സമയം അവരോട് സൂക്ഷ്മമായി ചോദിച്ചറിഞ്ഞു. അവരെ ബേഥലഹേമിലേക്ക് അയച്ചു. നിങ്ങൾ ചെന്ന് ശിശുവിനെ കുറിച്ച് സൂക്ഷ്മമായി അന്വേഷിപ്പീൻ, കണ്ടെത്തിയാൽ ഞാനും ചെന്ന് അവനെ നമസ്കരിക്കുന്നതിന് വന്ന് എന്നെ അറിയിപ്പീൻ എന്ന് പറഞ്ഞു. രാജാവ് പറഞ്ഞത് കേട്ട് അവർ പുറപ്പെട്ടു. അവർ കിഴക്ക് കണ്ട നക്ഷത്രം ശിശു ഇരിക്കുന്ന സ്ഥലത്തിനു മീതെ വന്ന് നിൽക്കുവോളം അവർക്ക് മുൻപായി പോയിക്കൊണ്ടേയിരുന്നു. നക്ഷത്രം കണ്ടതുകൊണ്ട് അവർ അത്യന്തം സന്തോഷിച്ചു. ആ വീട്ടിൽ ചെന്ന് ശിശുവിനെയും അമ്മയായ മറിയയോടുകൂടെ കണ്ട് വീണ് അവനെ നമസ്കരിച്ചു. നിക്ഷേപ പാത്രങ്ങളെ തുറന്ന് അവന് പൊന്നും കുന്തിരിക്കവും മൂരും കാഴ്ചവെച്ചു. ഹെരോദാവിന്റെ അടുക്കൽ മടങ്ങി പോകരുതെന്ന് സ്വപ്നത്തിൽ അരുളപ്പാടുണ്ടായിട്ട് അവർ വേറെ വഴിയായി സ്വദേശത്തേക്ക് മടങ്ങിപ്പോയി എന്ന് നമ്മൾ വായിക്കുന്നു. അപ്പോൾ നക്ഷത്രം കണ്ടതുകൊണ്ട് അവർ അത്യന്തം സന്തോഷിച്ചു. ഈ നക്ഷത്രം ആ ശിശു ഇരിക്കുന്ന വീട് വരെയും അവർക്ക് മുൻപായി പോയിക്കൊണ്ടിരുന്നു. അവരുടെ ബുദ്ധി ഉപയോഗിച്ചാണ് കൊട്ടാരത്തിലേക്ക് അവർ കയറിയത്. ഒരുപക്ഷെ കൊട്ടാരത്തിലായിരിക്കും രാജകുമാരൻ ജനിച്ചതെന്ന് വിചാരിച്ച് അവർ അങ്ങോട്ട് കയറി. പക്ഷേ നക്ഷത്രം കൊട്ടാരത്തിലേക്ക് അവരെ ഗൈഡ് ചെയ്തില്ല. നക്ഷത്രം അവർക്ക് വേണ്ടി കാത്തുനിന്നു. നമ്മൾ പാടാറുണ്ടല്ലോ, ദൈവമേ ഞാൻ നിന്നെ വിട്ട് എത്ര ദൂരം പോയിരുന്നു, എന്നാൽ ഞാൻ മടങ്ങി വരുന്നവരെയും നീ കാത്തിരുന്നു എന്ന് നമ്മൾ പാടാറുള്ളത് പോലെ ഈ വിദ്വാൻമാർ മടങ്ങി വരുന്നവരെയും നക്ഷത്രം അവർക്കായി കാത്തിരുന്നു. നക്ഷത്രം അവർ മടങ്ങി വന്നപ്പോൾ ശിശു ഇരിക്കുന്ന വീട്ടിലേക്ക് അവരെ നടത്തി. അവര് ചെന്നു. ആ മറിയയോടും ജോസഫിനോടും കൂടെ ശിശുവിനെ കണ്ടു. വീണ് അവരെ നമസ്കരിച്ചെന്ന് പറഞ്ഞില്ല, വീണ് അവനെ നമസ്കരിച്ചു. കാര്യം ആരാധനയ്ക്ക് യോഗ്യൻ അവൻ മാത്രമാണ്. അവര് നിക്ഷേപ പാത്രങ്ങളെ തുറന്നു. എത്ര വിദ്വാൻമാര് വന്നെന്ന് നമുക്കറിയത്തില്ല. അവര് കൊണ്ടുപോയ സാധനങ്ങൾ പൊന്നും മൂരും കുന്തിരിക്കുമായിരുന്നു എന്ന് നമ്മൾ കാണുന്നുണ്ട്. അത് അവർ അവന് കാഴ്ചവെച്ചു. ഈ അവര് കാഴ്ചവെച്ചതായ പൊന്നും മൂരും കുന്തിരിക്കവും അത് വലിയ ആത്മീയ അർത്ഥമുള്ള കാര്യമാണ്. യേശു രാജാവാണ്, അവൻ പ്രവാചകനാണ്, അവൻ പുരോഹിതനാണ് എന്ന് ആത്മദൃഷ്ടി അവര് എന്ന് ദൈവം അവർക്കത് ആ നിലയിൽ ഒരുക്കിക്കൊടുത്തു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കുവാൻ. നമ്മുടെ കർത്താവ് ആരാണെന്ന് മനസ്സിലാക്കിയവർ ഭാഗ്യവാന്മാരാണ്. യേശു രാജാവായി ജനിച്ചവനാണ്. അവൻ അർഹിക്കുന്ന മഹത്വം നാം കൊടുക്കേണ്ടതാണ്. ആ യേശു നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്താണ്? യേശു നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് നമ്മെ എല്ലാവരെയും പിതാവിന്റെ അരികിലേക്ക് കൊണ്ടുചെല്ലുക എന്നുള്ളതാണ്. നമ്മൾ പറയാറില്ലേ, ഞാൻ വഴിയും സത്യവും ജീവനുമാകുന്നു. അത്രയും നമ്മൾ ഓർക്കാറുണ്ട്. അടുത്തൊരു സെന്റൻസ്, എന്നിൽ കൂടെ അല്ലാതെ ആരും പിതാവിന്റെ അരികിൽ എത്തുന്നില്ല. ദൈവമക്കളെ, ദൈവം നമ്മെ തന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിച്ചു. മനുഷ്യവർഗത്തോടുകൂടെ കൂട്ടായ്മ ആചരിച്ചിരുന്നു. എന്നാൽ പാപത്തിന്റെ ഫലമായി ആ കൂട്ടായ്മ നഷ്ടപ്പെട്ടുപോയി, തേജസ് നഷ്ടപ്പെട്ടുപോയി. ആ തേജസ് നഷ്ടപ്പെട്ടുപോയ, കൂട്ടായ്മ നഷ്ടപ്പെട്ടുപോയ മനുഷ്യനെ വീണ്ടും ദൈവമായുള്ള കൂട്ടായ്മയിലേക്ക് വരുത്തുവാനാണ് ദൈവം മനുഷ്യനായി ഈ ലോകത്തിലേക്ക് കടന്നു വന്നത്. എഫേസ്യർ 2:18 നാം ഇങ്ങനെ വായിക്കുന്നു, താൻ മുഖാന്തരം, യേശു മുഖാന്തരം ആത്മാവിനാൽ നമുക്ക് ദൈവത്തിന്റെ അരികിലേക്ക് പ്രവേശനമുണ്ട്. നമ്മെ കേവലം മാനസാന്തരപ്പെടുത്തി സ്നാനപ്പെടുത്തി ഒരു സഭയിൽ ആക്കിയിട്ട് നമുക്കിഷ്ടം പോലെ ജീവിക്കുവാനല്ല, ദൈവത്തിന്റെ അരികിലേക്ക് കടന്നു ചെന്ന് ആ ദൈവത്തോട് കൂടെ വസിച്ച് ദൈവത്തിന്റെ സ്വഭാവമുള്ളവരായി നമ്മെ മാറ്റിയിട്ട് ആ ദൈവരാജ്യത്തിൽ നമ്മെ ആക്കുവാനാണ് കർത്താവ് നമ്മെ രക്ഷിച്ചിരിക്കുന്നത്. അവൻ ആദ്യജാതനാണ്. ഒരുവിധം ആദ്യഫലമാകേണ്ടതിന് അവൻ ആദ്യഫലമാണ്. ആദ്യജാതനായിട്ട് അവൻ വന്നു. ആ യേശുവിനോടൊപ്പം ആ ദൈവത്തിന്റെ മക്കളാക്കി ദൈവം നമ്മെയും തീർത്തിരിക്കുകയാണ്. ആ ദൈവത്തോടുകൂടെ നമുക്ക് കൂട്ടായ്മ ആചരിക്കണമെങ്കിൽ നമ്മളും യേശുവിനെ പോലെയാകണം.
നമ്മെ യേശുവിനെ പോലെ ആക്കുവാനാണ് വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നത്. നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ടവരായി നാം കർത്താവിനെ അനുഗമിക്കുമ്പോൾ നമ്മുടെ കർത്താവിന്റെ മക്കളാണ് നാമെന്ന് വെളിപ്പെടുവാനിടയായിത്തീരും. അതത്രയോ സന്തോഷകരമാണ്. അന്ത്രയോസും യോഹന്നാനും, റബീ നീ എവിടെ പാർക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ വന്നു കാണാൻ പറഞ്ഞു. അവർ യേശുവിനോടുകൂടെ പോയി. അന്നത്തെ ദിവസം അവർ യേശുവിനോടുകൂടെ പാർത്തു. അവരുടെ ജീവിതം വ്യത്യാസമായി. ദൈവമക്കളെ, നമ്മുടെ ജീവിതം യേശുവിനോടുകൂടെ നാം ചെലവഴിച്ചാൽ അത് ധന്യമാകും, വ്യത്യാസമാകും. അതിനായി നമ്മെ സഹായിക്കട്ടെ. ഞാൻ ഒരു വാക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ഈ തിരുവചനം കേട്ട എല്ലാ ദൈവമക്കൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഈ വചന കേൾവി എല്ലാവർക്കും അനുഗ്രഹമാക്കി തീർക്കുമാറാകണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം ചെയ്യുന്നു, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.